നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നടത്തോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഞാനും ഇത് തന്നെ ആലോചിക്കുന്നത്. മാഡം കൃത്യസമയത്ത് എത്തിയത് ഭാഗ്യമായി. താങ്ക്സ് എ ലോട്ട്. നിങ്ങൾ എന്നോടല്ല നന്ദി പറയേണ്ടത്, ലളിത മാഡത്തിനോടാ. മാഡം വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അതല്ല, വല്യമ്മ ഈ സംഭവം എങ്ങനെ അറിഞ്ഞത്? ഞാനാ വല്യമ്മയെ വിളിച്ചു പറഞ്ഞത്. പാർവതി, എന്റെ പ്രിയപ്പെട്ട സ്വർണ്ണ ദ്രാവകമേ, ഞാനിന്ന് വളരെ 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 സന്തോഷത്തിലാണ്. ആ സന്തോഷം സ്വയം മറന്ന് എനിക്ക് ആഘോഷിക്കണമെങ്കിൽ അതിന് നീ വേണം. എനിക്കിന്നൊന്ന് തുലയണം. ഇന്ന് ഞാൻ തിമിർക്കും. ഓക്കെ, എന്താ ചേച്ചി, അത് വേണ്ടേ? വേണം. ഇന്നല്ലാതെ പിന്നെ എന്നാണടാ ഇതുപോലെ ഒന്ന് ആഘോഷിക്കുന്നത്? നീ ആഘോഷിച്ചോടാ. നിന്റെ ബോധം മറയുന്നത് വരെ നീ ആഘോഷിക്കും. അപ്പൊ cheers. നമ്മുടെ ഗ്രേറ്റ് ശേഖരമേനോൻ കോമയിലായിരിക്കുന്നു. അധികം വൈകാതെ തന്നെ ആ കോമ ഫുൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. തീർന്നു കിട്ടും. ആ, നീ എന്തായാലും ആ മരണത്തെ പേടിക്കണ്ടല്ലോ. ഏതായാലും ചേച്ചിയുടെ പ്ലാൻ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. എടാ പ്രതാപ, നമ്മുടെ പ്രധാന ശത്രുവിന്റെ ചാപ്റ്റർ അല്ലേ നമ്മൾ ക്ലോസ് ചെയ്തത്? ഇനി നമുക്ക് ശത്രുക്കളില്ല. ഇന്ന് മുതൽ എനിക്കും നിനക്കും അയാളെ പേടിക്കാതെ സ്വസ്ഥമായി കിടന്നുറങ്ങാം. ഗായത്രി ദേവിയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടി ഇനി ആരൊക്കെ കുഴി മാന്താൻ ഇറങ്ങി പുറപ്പെട്ടാലും അവർക്കൊന്നും ഒരു തുമ്പും തെളിവും കിട്ടാൻ പോകുന്നില്ല. എടാ പ്രതാപ, നീ ശേഖരമേനോനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയത് കൊണ്ട് അയാള് കോമയിലായത് മാത്രമല്ല നമ്മുടെ പ്രയോജനം. വിശാലിനെയും പാർവതിയെയും എന്നേക്കുമായി വേർപെടുത്താനും നമുക്ക് സാധിച്ചു. കുറെ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമായിരുന്നു അത്. ഇപ്പൊ അത് നടന്നു. ഇനി വിശാലിന് ജയിലിൽ തന്നെ ഉറങ്ങിയും കഴിയാം. പാർവതി ആരോരുമില്ലാതെ ഒരനാഥയെ പോലെ എന്റെ മുന്നിൽ എങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും അത് ഞാൻ കാണും. ലളിതേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചി എന്തോ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക സുശീലേ. വിശാലിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്ന മട്ടില ചേച്ചി ഇപ്പൊ സംസാരിച്ചത്.
മോനെ വിശാലെ, നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയതറിഞ്ഞ് ഞാൻ അവിടെ ഓടിയെത്തിയില്ലേ? നിനക്ക് പകരം എന്നെ അറസ്റ്റ് ചെയ്ത് എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യാൻ ഞാൻ ആ SIയോട് പറഞ്ഞില്ലേ? അത് അയാള് കേട്ടില്ലാന്ന് കരുതി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് മിണ്ടാതിരിക്കായിരുന്നോ? നിന്നെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു വരികയായിരുന്നു. അതൊന്നും അമേരിക്കയിൽ ഇരിക്കുന്ന ലളിതേച്ചി അറിയുന്നില്ല. അല്ല, ലളിതേച്ചി എങ്ങനെയാ അമേരിക്കയിൽ ഇരുന്ന് നിന്നെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്യിപ്പിച്ചത്? അത് വല്യമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പെടുത്തി. ആ അഡ്വക്കേറ്റ് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോ ആ SI എന്നെ ജയിലിലേക്ക് അയച്ചേനെ. ഏതായാലും വലിയ തട്ടുകേട് കൂടാതെ ബ്രോയിങ് എത്തിയല്ലോ. ഇതെല്ലാം ആളുകളുടെ കണ്ണാ. ബ്രോയ്ക്കും പാർവതിക്കും ധാരാളം ദൃഷ്ടിദോഷമുണ്ട്. അതുകൊണ്ട് ആദ്യം ആരതി ഒഴിഞ്ഞത് മാറ്റണം. പാർവതി, നീ ഇത് വാങ്ങി ബ്രോയെ ഒന്ന് ഒഴിയിക്ക്. വേണ്ട. പാർവതി വിശാലിന് ആരതി ഒഴിയണ്ട. ഒരു കണക്കിന് പാർവതിയുടെ പ്രവൃത്തി കാരണമല്ലേ വിശാലിന് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. അങ്ങനെയുള്ള പാർവതി കൊണ്ടാണോ ഇത് ചെയ്യിക്കുന്നത്? ആന്റി എന്തായി പറയുന്നേ? ഹലോ ദുശീൽ ആന്റി, കാര്യം അറിയാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത് കേട്ടോ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? വിശാൽ ബ്രോ ജയിലിൽ പോവാതെ ഇപ്പൊ ഇവിടെ എത്താൻ കാരണം പാർവതിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.